ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മസ്റ്റ് ട്രൈ ആണിത്, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തിട്ട് 1/4 കപ്പ് ഷുഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുക. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കേക്കിന് വേണ്ട സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 വട്ടം അരിച്ച് മാറ്റി വെക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് 4 മുട്ട, 1 ടീസ്പൂൺ വനില എസൻസ്, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്യാം. ബാറ്റർ നല്ല ഫ്ലഫി ആയി വന്നാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്താൽ അധികം ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു തണുത്ത ബൗളിലേക്ക് കേക്കിന് വേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 3/4 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയ പീസ് പൈനാപ്പിൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പൈനാപ്പിൾ ജ്യൂസ് കൊണ്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുക. ഇനി ലെയറിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് ക്രീം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ അത്യാവശ്യം ക്രീം ഇട്ട് കൊടുക്കുക. അതുപോലെ മുകളിലെ ലെയറും ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.